नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्णचैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 39 അക്രൂരസ്തുതി. പേജ് നമ്പർ 361. അക്രൂരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് കാരണങ്ങൾക്കൊക്കെ കാരണനാണ്. അക്ഷയനായ ആദിപുരുഷൻ നാരായണനാണ്. അതിനാൽ ഞാൻ അവിടുത്തെ പ്രണമിക്കുന്നു. അവിടുത്തെ നാഭിയിൽ വളരുന്ന താമരപ്പൂവിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ബ്രഹ്മാവ് ജന്മം കൊണ്ടത്. ബ്രഹ്മാവ് പ്രപഞ്ചത്തിനു കാരണനാകയാൽ അങ്ങ് കാരണനാണ്. പൃഥ്വി, ജലം, അഗ്നി, ആകാശം, വായു, അഹങ്കാരം, ഊർജസാകല്യം, പ്രകൃതി, പ്രാന്തീയ ശക്തി, ജീവാത്മാക്കൾ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, പ്രപഞ്ച കാര്യങ്ങളുടെ നിയന്താക്കളായ ദേവന്മാർ എന്നിങ്ങനെ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ അടിസ്ഥാന മൂലകങ്ങൾ സർവവും അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഉത്പന്നമായവയാണ്. അങ്ങ് എല്ലാറ്റിൻ്റെയും പരമാത്മാവാണ്. പക്ഷേ അങ്ങയുടെ അതീന്ദ്രിയ രൂപമെന്തെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഈ ഭൗതിക ലോകത്തിലുള്ള സർവവും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കു വിധേയമാണ്. അക്കാരണത്താൽ തന്നെ ബ്രഹ്മാവിനെ പോലെയുള്ള ദേവന്മാർക്കു പോലും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കപ്പുറം നിൽക്കുന്ന അങ്ങയുടെ സർവാതിശായിയായ രൂപത്തെക്കുറിച്ച് കൃത്യമായി ഒന്നും അറിഞ്ഞുകൂടാ. മഹർഷിമാരും യോഗികളുമെല്ലാം അങ്ങയെ പരമ്പൊരുളായും സമസ്ത ജീവാത്മാക്കൾക്കും ദേവന്മാർക്കും ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിനും ആദികാരണനായും കരുതി ആരാധിക്കുന്നു. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നവൻ എന്ന മട്ടിലാണ് അങ്ങയെ അവർ ആരാധിക്കുന്നത്. ഋഗ്വേദ പ്രോക്തങ്ങളായ അനുഷ്ഠാനങ്ങളിലൂടെ ജ്ഞാനികളായ ബ്രാഹ്മണർ അങ്ങയെ പൂജിക്കുന്നു. വിവിധ ദേവതകളുടെ പേരിൽ വിഭിന്ന യാഗങ്ങൾ നടത്തി അവർ അങ്ങയെ ആരാധിക്കുന്നു. അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ അങ്ങയെ ആരാധിക്കാൻ താൽപ്പര്യമുള്ളവരുമുണ്ട്. അവർ സമാധാനചിത്തരാണ്. ഭൗതികമായ സകല പ്രവൃത്തികളും ഉപേക്ഷിച്ചു കഴിഞ്ഞവരാണ്. ജ്ഞാനയോഗം എന്നറിയപ്പെടുന്ന ദാർശനികമായ രീതിയിൽ അങ്ങയെ അന്വേഷിക്കുന്നവരാണ്.
അങ്ങയെ പരമദിവ്യോത്തമ പുരുഷനായി കരുതി ആരാധിക്കുന്ന ഭാഗവതന്മാർ എന്നറിയപ്പെടുന്ന ഭക്തന്മാരുമുണ്ട്. വിധിയാം വണ്ണം പഞ്ചരാത്രം എന്ന ദീക്ഷ സ്വീകരിച്ച് ശരീരത്തിൽ തിലകമണിഞ്ഞ് വിഷ്ണുമൂർത്തിയുടെ വിവിധ രൂപത്തിൽ അവർ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയെ ശിവന്റെ രൂപത്തിൽ ആരാധിക്കുന്ന വിവിധ ആചാര്യന്മാരുടെ അനുഗാമികളായ ശൈവന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭക്തന്മാരുമുണ്ട്. ദേവാരാധന പരോക്ഷമായ ഭഗവത് പൂജയാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. പക്ഷേ അത് യാഥാസ്ഥിതികമല്ല, മതാനുസാരിയല്ല. കാരണം പരമ്പൊരുളായ നാരായണൻ മാത്രമാണ് ആരാധ്യനായ ഭഗവാൻ. ബ്രഹ്മാവും ശിവനുമൊക്കെ നാരായണൻ്റെ ശരീരത്തിൽ നിന്നുള്ള പ്രസരണങ്ങളായ ഭൗതിക ഗുണങ്ങളുടെ മൂർത്തിമത് ഭാവമാണ്. സൃഷ്ടിക്കു മുമ്പ് നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ദേവതാഭജനം നാരായണ ഭജനത്തിൻ്റെ വിധാനത്തിലുള്ളതല്ല. ഹരേ കൃഷ്ണ.